ഇപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ ഒരു വണ്ടി കയറ്റത്ത് ഞാൻ ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് നീക്കാൻ പോവുകയാണ്. അതായത് ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല, ക്ലച്ച് കൺട്രോൾ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് നമുക്കൊരു വണ്ടി കയറ്റത്ത് നീക്കാൻ കഴിയുമോ? ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ട്രിക്കാണ്. അതായത് ക്ലച്ചിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറിയൊരു സീക്രട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. അതായത് ഒരു കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ക്ലച്ച് കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രത്യേക ബാലൻസോടെ ഒരു കാർ ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന് ഈ ഒരു കാര്യം എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ക്ലച്ച് എപ്പോൾ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ചില സാഹചര്യങ്ങളിൽ ആവശ്യമില്ലാത്ത ടൈമിൽ ക്ലച്ച് ഉപയോഗിക്കാറുണ്ട്, ക്ലച്ച് താങ്ങി ഓടിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മുഖാന്തരം സംഭവിക്കുന്നത് നമ്മളുടെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഡ്രൈവിങ് ഏറ്റവും മികച്ച രീതിയിൽ ഒരു ബാലൻസോടൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ നിങ്ങളൊന്ന് ഓൾ അമർത്തി കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് ക്ലച്ചിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സീക്രട്ട് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഈ ചാനലിൽ ഇതുവരെ ഒരു വീഡിയോയിൽ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഒരു വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്ന സെയിം ടൈമിൽ ആക്സിലറേറ്റർ കൊടുക്കണോ, ഇനി ആക്സിലറേറ്റർ കൊടുത്തു പിടിച്ചിട്ടാണോ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടി എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ ഒരു വണ്ടി കയറ്റത്ത് ഞാൻ ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് നീക്കാൻ പോവുകയാണ്. അതായത് ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല, ക്ലച്ച് കൺട്രോൾ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് നമുക്കൊരു വണ്ടി കയറ്റത്ത് നീക്കാൻ കഴിയുമോ? വണ്ടി പുറകോട്ട് ഉരുണ്ടു പോകത്തില്ല. കയറ്റമായതുകൊണ്ട് അതിനുള്ള ഒരു പവർ ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുത്താലല്ലേ വണ്ടി നീങ്ങത്തുള്ളൂ. ഞാനിത് ക്ലച്ചിലും ബ്രേക്കിലും കാല് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കയറ്റത്താണ് വണ്ടി കിടക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഫസ്റ്റ് ഗിയറിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. ഞാൻ ഇനി ബ്രേക്കിൽ നിന്ന് കാലയക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കുക, ബ്രേക്കിൽ നിന്ന് കാലയക്കുമ്പോൾ ദേ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ വണ്ടി ഇപ്പോൾ കയറ്റത്താണ് കിടക്കുന്നത്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ക്ലച്ച് കൺട്രോളിംഗ് ആണ്. നിങ്ങൾ നോക്കുക, ബ്രേക്ക് ഞാനിങ്ങനെ കാല് വെക്കുന്നു. അതിനുശേഷം ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതിയെ വണ്ടിയെ ഞാൻ ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുകയാണ്. അതായത് പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വരികയാണ്. ഇപ്പോൾ ഏകദേശം വണ്ടി ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു. അതായത് വണ്ടി മൂവ് ആകുന്ന ഒരു പൊസിഷനിൽ വന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു. ഇപ്പം വണ്ടി ബാക്കിലേക്ക് റോൾ ആകാതെ ഈ കയറ്റത്ത് നിൽക്കുകയാണ്. ഹാൻഡ് ബ്രേക്ക് ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, ഞാൻ ആക്സിലറേറ്റർ കൊടുക്കാതെ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന്, അതായത് വണ്ടി നീങ്ങുന്ന ആ ഒരു ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുകയാണ് ഏറ്റവും സാവധാനത്തിൽ. ഇപ്പം വണ്ടിക്കകത്തുള്ള ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. ഞാനിതേ പതുക്കെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് അയച്ചെടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, പതിയെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതുക്കെ അയച്ചെടുക്കുകയാണ്. ഇപ്പം ഇതേ ഈ കയറ്റത്ത് വണ്ടി നോക്കിക്കേ, ഇപ്പം ഞാൻ പൂർണ്ണമായിട്ട് ക്ലച്ചിൽ നിന്ന് എടുത്തു, ആക്സിലറേറ്ററും കൊടുത്തിട്ടില്ല. വണ്ടി നോക്കുക, കയറ്റം കയറി പോകുന്ന കണ്ടില്ലേ. ഇപ്പോൾ ഇനി കയറ്റത്തിൻ്റെ അളവ് ഇവിടെ കൂടി വരികയാണ്. ഇനി ഞാൻ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കണം. ഓക്കെ, ഇതേ ആക്സിലറേറ്റർ കൊടുത്തു. വീഡിയോയുടെ ഇടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്ക് ഒരു ചെറിയ തെറ്റിദ്ധാരണയും ഒരു കൺഫ്യൂഷനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക്. അതായത് നമ്മളൊരു വണ്ടി കയറ്റത്തെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളുടെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഇത്തരത്തിൽ വരിക. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ശരിയായ രീതിയിൽ ഫസ്റ്റ് ഗിയർ നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ കൃത്യമായിട്ട് ബ്രേക്കിൽ കാല് വെച്ചിട്ട് നമ്മൾ ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ ഒരു പോയിന്റ് കണ്ടുപിടിക്കുന്നു. പോയിന്റ് എത്തിയാൽ ഉടൻ തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ നമ്മൾ മുന്നോട്ട് കൊടുക്കുകയും ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതുക്കെ കാലയച്ച് തന്നെയാണ് നമ്മളൊരു വണ്ടി കയറ്റത്തെടുക്കേണ്ടത്. ഇങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. പക്ഷേങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, വണ്ടി പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള കൺട്രോളിംഗ്, ആ ഒരു ബാലൻസിങ് പല ആൾക്കാർക്കും അറിയത്തില്ല. എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഒരു കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ച് നമുക്കിത് ഇത്രയും സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാം, ബാലൻസ് ചെയ്യാം എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ വലത്തെ കാലെടുത്ത് ഈ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ ഫ്ലോറിൽ വെച്ചിട്ട് ക്ലച്ച് കൺട്രോൾ ചെയ്ത് വണ്ടിയെ മൂവ് ആക്കി നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് അങ്ങനെ കാണിച്ചു തന്നത്. ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിലുള്ള ക്ലച്ച് കൺട്രോളിങ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഓക്കെ, ഇത് നിങ്ങളെ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വണ്ടി ഞാനിപ്പോൾ ഈ ചെറിയൊരു കയറ്റത്തെടുത്തപ്പം
ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതിയെ വണ്ടിയെ മൂവ് ആക്കി അതിനുശേഷമാണ് ആക്സിലറേറ്റർ കൊടുത്തത്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വണ്ടി എടുക്കുന്ന ടൈമിൽ ഒരുപാട് ആക്സിലേഷൻ ഒന്ന് കൊടുത്തു പിടിച്ചിട്ട് ക്ലച്ച് നയിക്കേണ്ടതായിട്ടില്ല. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് സ്പീഡ് കൂടിയിട്ട് വണ്ടി മുന്നോട്ട് പോകും, അപകടം ഉണ്ടാകും. അപ്പോൾ വണ്ടി നമ്മളൊരു നിരപ്പ് റോഡിലൊക്കെ എടുക്കുമ്പോൾ മെല്ലെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതുക്കെ വണ്ടിയെ മൂവ് ആക്കുക. മൂവായി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളിങ്ങനെ ഫ്ലോറിലെടുത്ത് വലത്തേക്കാൽ വെക്കേണ്ടതായിട്ടില്ല. അത് നിങ്ങൾക്ക് കാര്യം എളുപ്പത്തിൽ മനസ്സിലാകാനാണ് അത് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ടും വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ച് കൺട്രോളിങ് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ആവശ്യമില്ലാതെ ആക്സിലേഷനും ക്ലച്ചിനോടൊപ്പം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വണ്ടിയുടെ സ്പീഡ് കൂടും, അപകടം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആവശ്യമില്ലാതെ കുറേ ഫ്യൂവൽ നമ്മൾ ആക്സിലറേറ്റർ കൊടുത്ത് കത്തിച്ച് കളയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രോപ്പറായിട്ട് ക്ലച്ച് കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം ഞാനത് തേർഡ് ഗിയറിലാണ് പോകുന്നത്. നമ്മുടെ ഒരു വണ്ടി റൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് വണ്ടിക്ക് മൂവ് ആക്കുക. മൂവ് ആയതിന് ശേഷം നിങ്ങൾ ആക്സിലേഷൻ കുറയ്ക്കുക. അതിനുശേഷം ഇത് ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് ഫോർത്തിലേക്ക് ഇടുക. ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അതിനുശേഷം മാത്രം ആക്സിലേഷൻ കൊടുക്കുക. പല ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഗിയർ അപ്പും ഡൗണും ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്ലച്ച് ചവിട്ടുന്ന സെയിം ടൈമിൽ, അതായത് ഗിയർ ഇടാനായിട്ട് ക്ലച്ച് ഇങ്ങനെ ചവിട്ടുന്ന സെയിം ടൈമിൽ ആക്സിലേഷൻ ചവിട്ടി പിടിക്കും, എന്നിട്ട് ഗിയർ ഇടും. അങ്ങനെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വണ്ടിക്കകത്ത് ഒരു ആക്സിലേഷൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. അത് മുഖാന്തരം വണ്ടിക്കകത്ത് ഒരു ഒച്ചയുണ്ടാകും, ഒപ്പം ഫ്യൂവൽ കൂടുതലായിട്ട് കത്തിപ്പോകത്തേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വണ്ടിക്ക് ആക്സിലേഷൻ കൊടുത്ത് മൂവ് ആക്കുക, ആക്സിലേഷൻ കുറയ്ക്കുക, അതിനുശേഷം ക്ലച്ച് ചവിട്ടുക, മെല്ലെ സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അതിനുശേഷം പതിയെ സാവധാനത്തിൽ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്താൽ മതി. ഇനി വീണ്ടും സെക്കൻഡിൽ നിന്ന് ഞാൻ തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ പോവാണ്. വണ്ടിക്ക് ഞാൻ ഫസ്റ്റ് ഇതേ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് ഇതേ മൂവ് ആക്കുന്നു. അതിനുശേഷം ഇത് ആക്സിലേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, അടുത്തൊരു ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, അതിനുശേഷം ആക്സിലറേറ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലച്ച് കൺട്രോൾ ചെയ്ത് അതോടൊപ്പം തന്നെ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു താളത്തിൽ നമുക്ക് കൃത്യമായിട്ടും വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്തൊന്ന് ഓർക്കുക. ഇനി പലരും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്, ഒരു വണ്ടി കയറ്റത്തെടുക്കുന്ന സമയത്ത് ക്ലച്ച് ഒരുപാട് താങ്ങിയെടുക്കും. ക്ലച്ച് താങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ സമയം ക്ലച്ചിൽ ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലും കൊടുത്ത് വണ്ടിയെ കയറ്റത്ത് നിർത്തും. അങ്ങനെ നിർത്താനും പാടില്ല. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ച് കരിയാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മളുടെ ക്ലച്ചിൻ്റെ സെറ്റ് പൂർണ്ണമായിട്ടും മാറേണ്ടതായിട്ട് വരും. ക്ലച്ചിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ക്ലച്ച്. അപ്പോൾ നമ്മൾ ക്ലച്ച് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരും. പ്രത്യേകിച്ച് ഒരു കയറ്റത്തൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന ടൈമിൽ ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലുമായിട്ട് നമ്മൾ ഒരുപാട് നേരം നിർത്താനായിട്ട് പാടില്ല. നമ്മൾ എടുത്തിട്ട് മാക്സിമം വേഗത്തിൽ തന്നെ വണ്ടിയെ മൂവ് ആക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മളൊരു ട്രാഫിക്കിലൊക്കെ വണ്ടി ഓടിക്കുന്ന ടൈമിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ക്ലച്ച് താങ്ങേണ്ടതായിട്ട് വരും. കാരണം ഒരു വണ്ടി മുന്നിൽ പോകുന്നു, ഒരു കയറ്റത്താണെന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ വണ്ടി പതുക്കെ നീക്കേണ്ടി വന്നാൽ നമുക്കിത് ഇങ്ങനെ ക്ലച്ച് താങ്ങി ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങളത് ആ ഒരു തരത്തിൽ ചെയ്താലും പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ക്ലച്ച് കൺട്രോളിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അതുപോലെ തന്നെ പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, ക്ലച്ചിൽ കാല് വെക്കാൻ പാടുണ്ടോ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആവശ്യമുള്ള സമയത്ത് നമുക്ക് ക്ലച്ച് കാല് വെച്ചേ പറ്റൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ ക്ലച്ചിൽ നമ്മൾ കാല് വെക്കേണ്ടതായിട്ടില്ല. അത് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും ആക്സിലറേറ്റർ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം കാണിക്കാം. ഇപ്പം നമ്മുടെ വണ്ടി ഇതേ ഇവിടെ ചെറിയൊരു ഇറക്കം കൂടി റോഡിൽ പോവാണ്. ഇവിടെ നമുക്ക് ബ്രേക്ക് മതി. നമ്മളിവിടെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേറ്റർ പെഡലിൽ വെക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമുക്കിവിടെ ബ്രേക്ക് മതി. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ വെറുതെ ഇങ്ങനെ ക്ലച്ച് കാല് വെക്കേണ്ടതായിട്ടില്ല. എന്നാൽ നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇവിടെ ഒരു വണ്ടി വന്നു, ഇവിടെ ഒരു വണ്ടി വരുന്നു, ഈ ഒരു ഭാഗത്തൊരു വണ്ടിയുണ്ട്, നമ്മളൊരു ജംഗ്ഷനിലേക്ക് വരികയാണ്. അപ്പം നമുക്ക് മെല്ലെ ഇവിടെ ക്ലച്ചിലേക്ക് വരണം. കാരണം ചിലപ്പോൾ നമുക്കിവിടെ വണ്ടി നിർത്തേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ചിലേക്ക് വരുന്നു, ഇവിടെ വണ്ടി നമ്മളൊന്ന് സ്ലോ ചെയ്യുന്നു, ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലച്ച് യൂസ് ചെയ്തത് ഇവിടെ ടേൺ എടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഇത് ഞാൻ ഇവിടെ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു,
അതിനുശേഷം മെല്ലെ ക്ലച്ചിൽ നിന്ന് കാല് എടുത്തിട്ട് ഫ്ലോറിലേക്ക് വെക്കുന്നു. വീണ്ടും എൻ്റെ കാല് നിൽക്കുന്നത് എവിടെയാണ്? ബ്രേക്ക് പെഡലിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഇറക്കം കൂടിയ റോഡാണ്. ഇപ്പം വീണ്ടും ഇറക്കം മാറി കയറ്റം തുടങ്ങി. അപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഞാൻ ആക്സിലറേറ്റർ കൊടുത്തു. ഇതേ ക്ലച്ചിൽ നമ്മളിവിടെ കാല് വെക്കുന്നുണ്ടോ? ഇല്ല, ഫ്ലോറിലാണ് കാല് വെച്ചേക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ക്ലച്ചിലേക്ക് വരിക. അത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ നിന്ന് ഒരു ഓട്ടോ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി കുറച്ച് വെളിയിലേക്ക് ഇറക്കണം. അതുകൊണ്ട് തന്നെ ഞാനിതേ മെല്ലെ ബ്രേക്കിനോടൊപ്പം തന്നെ ചെറുതായിട്ട് ക്ലച്ചിലേക്കൊന്ന് വന്നു. ചിലപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ വണ്ടി സ്ലോ ചെയ്ത് നിർത്തേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരാം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ക്ലച്ചിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു തരത്തിൽ വേണം നമ്മൾ ക്ലച്ച് കൺട്രോൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ബ്രേക്കും ആക്സിലറേറ്ററും ഒക്കെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ വണ്ടി ഒരു നിരപ്പ് റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ആക്സിലേഷൻ കൊടുത്ത് പിടിച്ചിട്ട് എടുക്കേണ്ടതായിട്ടില്ല. ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ആക്സിലറേറ്റർ പെഡലിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കാല് വെക്കുക, കൊടുക്കണ്ട. ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് ഇത് പതുക്കെ 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 കാലയക്കുക. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും പതിയെ കാലയ്ക്കുമ്പോൾ വണ്ടി മെല്ലെ മൂവായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിത് പതുക്കെ നമ്മൾ ആക്സിലറേറ്ററും കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഒരുപാട് ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാതെ വണ്ടി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം കയറ്റത്തെടുത്ത സമയത്ത് ഞാൻ എൻ്റെ കാലെടുത്ത് ഫ്ലോറിൽ വെച്ചായിരുന്നു, വലത്തെ കാല്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലച്ച് കൺട്രോളിങ് കിട്ടാൻ മനസ്സിലാകാനായിട്ടുള്ള ഒരു മെത്തേഡിന് വേണ്ടി മാത്രമാണ് കാലെടുത്ത് വെച്ചത്. നമ്മൾ അങ്ങനെ കാല് ഫ്ലോറിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പാടില്ല. നമ്മൾ ഫ്ലോറിൽ വെക്കാതെ ആ ഒരു സമയത്ത് ആക്സിലറേറ്റർ പെഡലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കാലെടുത്ത് വെക്കുക. അതിനുശേഷം ആവശ്യം വരുന്നതിനനുസരിച്ച് മാത്രം ആക്സിലറേറ്റർ കൊടുക്കുക. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് അതങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.